ഓണത്തിനൊക്കെ ഏറെക്കുറെ അവസാനമാവുകയാണ്. വരും ദിവസങ്ങളിലും മഴ കൂടുതൽ ശക്തമാകുമെന്ന മുന്നറിയിപ്പേ ഉള്ളൂ. 9 ജില്ലകളിലാണ് കേട്ടോ ഇന്നിപ്പോൾ യെല്ലോ അലേർട്ട് ഉള്ളത്. പത്തനംതിട്ട, നമ്മുടെ മാപ്പ് വന്നു. പത്തനംതിട്ട, അതേപോലെ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, അങ്ങനെ 9 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഇന്നുള്ളത്. ചിലയിടങ്ങളിലൊക്കെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും അതേപോലെ ഇടിമിന്നലിനുമുള്ള സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം തെക്കു പടിഞ്ഞാറൻ കാലവർഷം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങളിലും ഇന്നലെ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴ, പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി കൂടിയത്, മേഘങ്ങളുടെ സാന്നിധ്യം എന്നിവയാണ് കാലവർഷത്തിന് അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിച്ചത്. അതേസമയം തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഈ മാസം 26ഓടുകൂടി കേരളത്തിലും കാലവർഷം എത്താനാണ് സാധ്യത. ഞാനിപ്പം മഴ സാഹചര്യം പറഞ്ഞു. ജില്ലകളിലെ പ്രധാനപ്പെട്ട താപനില മുന്നറിയിപ്പ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. പലയിടത്തും മഴ വന്നതോടുകൂടി ഈ പകൽ സമയങ്ങളിലെ ചൂടിനും കാര്യമായ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കോഴിക്കോട്ടേക്ക് പോയാലേ, കോഴിക്കോട് നഗരത്തിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത് കോഴിക്കോടാണ്. കോഴിക്കോട് രേഖപ്പെടുത്തിയത് 35 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനിലയായി രേഖപ്പെടുത്തിയത്. കുറഞ്ഞ താപനില 24.3 ഇനി 30.7 ഡിഗ്രി സെൽഷ്യസ് ആണ് തിരുവനന്തപുരത്തെ കൂടിയ താപനില. കുറഞ്ഞ താപനില 24. ഇപ്പം തിരുവനന്തപുരത്തൊക്കെ നമ്മൾ 36ഉം 37 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടത്താണ് 30 ഡിഗ്രി താപനിലയിലേക്ക് എത്തിയത്. അതായത് മഴ വന്നതോടുകൂടി താപനിലയിലും നല്ല കുറവ് വന്നിട്ടുണ്ട്, ഒരു ആശ്വാസം വന്നിട്ടുണ്ട്. കൊച്ചിയിലേക്ക് വന്നാലും കൊച്ചിയിലെ കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ് ആണ്, കുറഞ്ഞത് 23 ഡിഗ്രി സെൽഷ്യസും. 33 ഡിഗ്രി സെൽഷ്യസ് ആണ് കണ്ണൂരിലെ കൂടിയ താപനില, അതേപോലെ കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പം എല്ലായിടത്തും ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു. നമ്മൾ ചൂട് കുറഞ്ഞെന്നൊക്കെ പറയുമ്പോഴും വെയിലുണ്ട് കേട്ടോ. രാവിലെയൊക്കെ പുറത്തിറങ്ങുമ്പോഴേ, ഇപ്പം മഴക്കാറില്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ രാവിലെ നമ്മളൊരു 10 മണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കാം എന്നൊക്കെ വിചാരിച്ചിറങ്ങുമ്പോഴത്തേക്കും നല്ല വെയില. ഇപ്പം 2 വീലറിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് കോട്ടും ഗ്ലൗ ഒന്നും ഇടാതെ പോകാനൊന്നും പറ്റൂല, അത്രയും നല്ല വെയിലും കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ പൊതുവേ നമ്മുടെ ഈ താപനില നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം പ്രേക്ഷകരെ മറക്കണ്ട, 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട്. മഴ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്.